നമുക്കൊപ്പം ഇപ്പോൾ വാഴൂർ സോമൻ MLA ചേരുകയാണ്. ശ്രീ വാഴൂർ സോമൻ, ഗുഡ് മോർണിംഗ്. പീരുമേട് ഹെലിബറിയ ടീ കമ്പനി അടച്ചുപൂട്ടിയതോടെ 800ഓളം തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം അതിപ്പോൾ അവർ നമ്മളുടെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തത്സമയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം താങ്കൾ അറിഞ്ഞിരുന്നോ, ഇടപെട്ടിരുന്നോ? ഗുഡ് മോർണിംഗ്. ഹെലിബറിയ ടീ കമ്പനിയുടെ 3 എസ്റ്റേറ്റുകളാണ് പീരുമേട്ടിലുള്ളത്. ഹെലിബറിയ, സെമിനി വാലി, ചിന്നാർ. ഒരു 2 ഫാക്ടറി ഉണ്ട്. അതിലൊരു ഫാക്ടറിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാക്ടറി കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഈ തോട്ടത്തിലെ മാനേജ്മെന്റ് തൊഴിലാളികളോട് വളരെ മോശമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ന്യായമായ രീതിയിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒരു കാരണവശാലും മുന്നറിയിപ്പില്ലാതെ തോട്ടം അടച്ചുപൂട്ടിയ നടപടി തികച്ചും തെറ്റാണ്. നിയമവിരുദ്ധമായ ലോക്കൌട്ടായി ഇത് പ്രഖ്യാപിക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് അഭ്യർത്ഥിക്കുവാനുള്ളത്. യൂണിയനുകൾക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായ നോട്ടീസ് ഒന്നും തന്നെ ഇതുവരെയും നൽകിയിട്ടില്ല. തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇത് ഒരു മാർവാടി കമ്പനിയാണ്. ഇവര് ദീർഘകാലമായി പ്രോവിഡന്റ് ഫണ്ട് കൃത്യമായിട്ട് അടയ്ക്കാറില്ല. അതേപോലെ തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാറില്ല എന്ന് മാത്രമല്ല, ഇത് പരാതിപ്പെട്ടാലും കാര്യമായ ഒരു നടപടിയും പ്രോവിഡന്റ് ഫണ്ട് അധികാരികളിൽ നിന്നും ഉണ്ടാകാറില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ PF തുകയായി തൊഴിലാളികളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്തിട്ടുണ്ട്. പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുത്തത് 1000-വും 2000-വും ഒക്കെയാണ്. ഇതൊക്കെ എന്താണ്? ഇത് ഈ നാട്ടിലല്ലേ ഇതൊക്കെ നടക്കുന്നത്? അതായത് തൊഴിലാളികളിൽ നിന്ന് പിടിച്ച വിഹിതം അടയ്ക്കാത്തതിന്റെ പേരിൽ പോലീസ് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ഞാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തോട്ട ഉടമകൾ പ്രതിസന്ധിയുടെ മറവ് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന നയസമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും തെറ്റായ നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ടെമ്പററി ക്യാഷ്വൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി അവരെ നിർബന്ധ ബുദ്ധിയ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. അതും ഈ തോട്ടത്തിൽ നടക്കുന്നുണ്ട്. ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി നൽകുന്നില്ല. ഈ മാനേജ്മെന്റിനെതിരെ കർശന നിലപാട് എടുക്കണം. തീർച്ചയായും ഈ ലോക്കൌട്ട് ഇല്ലീഗലായി പ്രഖ്യാപിച്ചുകൊണ്ട് അനന്തര നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ശ്രീ വാഴൂർ സോമൻ, സ്ഥലം MLA എന്ന നിലയിൽ ഈ 800ഓളം ആളുകൾ അവർക്ക് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വരുമാന മാർഗം വേണം. അതാണ് പെട്ടെന്ന് നിലച്ചിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന ലയങ്ങളിലാണ് അവരുടെ താമസം എന്നുള്ളത് താങ്കൾക്ക് നേരിട്ടറിയാമല്ലോ. അവരിനി എന്താണ് ചെയ്യേണ്ടത്? അതായത് തൊഴിലാളികളുടെ ദുസ്ഥിതിയെ കുറിച്ച് പറഞ്ഞാല് അത് വളരെ 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 ഖേദകരമാണ്. പകലെല്ലാം കാട്ടിൽ നിന്ന് നനഞ്ഞ് ജോലി ചെയ്യുന്നു. രാത്രിയിൽ വീട്ടിൽ പോയാൽ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കിടക്കേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. ഈ കമ്പനി വളരെ മൃഗീയമായിട്ടാണ് തൊഴിലാളികളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി. അതിൽ ഒരു MLA എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇടപെടുന്നത്? ഞാൻ ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി എന്റെ AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഞങ്ങള് ഒരു സമര പ്രചരണ ജാഥയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നോട്ടീസിൽ ഈ കാര്യങ്ങളെല്ലാം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി മാസം 17-ന് സെക്രട്ടേറിയറ്റിന് പടിക്കൽ 1 ലക്ഷം പേരുടെ പ്രകടനം നടത്താനാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ശ്രീ വാഴൂർ സോമൻ, താങ്കളുടെ പാർട്ടി കൂടി ചേർന്നാണല്ലോ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പെട്ടെന്ന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തത് എന്താണ്? പാർട്ടി വേറെ, ട്രേഡ് യൂണിയൻ വേറെ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ട്രേഡ് യൂണിയൻ. അതിന് പാർട്ടി ഭരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് തൊഴിലാളി വർഗ പാർട്ടിയാണ് സാർ ഭരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് വേറെ വിഷയം. ഏത് പാർട്ടി ഭരിക്കുന്നു എന്ന് നോക്കിയല്ല ഞങ്ങൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതാര് ഭരിച്ചാലും ശരി, AITUCയെ സംബന്ധിച്ച പ്രഖ്യാപിത നയമുണ്ട്. അതാര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സെക്രട്ടേറിയറ്റിന്റെ പടിക്കിലേക്ക് വരുന്ന ജനുവരി മാസം 17-ാം തീയതി, അതായത് സമരം ഇരുന്നാലേ സർക്കാരിൽ നിന്ന് നീതി കിട്ടൂ, ഇടപെടൽ ഉണ്ടാകൂ, മുതലാളിക്കെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഭരണ കക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ MLA സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കണം, അല്ലെങ്കിൽ സമരം ഇരിക്കണം. അതാണ് അവസ്ഥ. അതെ, ഞങ്ങൾ നിരാഹാരമല്ല, 1 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് വേലയും കൂലിയും
സംരക്ഷിക്കാൻ, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ എന്ന ആവശ്യമുയർത്തിയാണ് ഞങ്ങൾ 1 ലക്ഷം പേരെ അണിനിരത്തി ജനുവരി മാസം 17 സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സത്യഗ്രഹം ഇരിക്കുന്നത്. അതായത് അപ്പോൾ 1 മാസം കൂടി ഈ തൊഴിലാളികളുടെ ദുരിതം ഇതേപടി തുടരും. ഇന്നിപ്പോൾ ഡിസംബർ 15, സമരം നടത്താൻ പോകുന്നത് ജനുവരി 17. 1 മാസവും 2 ദിവസവും കൂടി അവർ കാത്തിരിക്കണം. അല്ലല്ല, തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായും തൊഴിൽ വകുപ്പ് മന്ത്രി ഇടപെടും. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ അങ്ങനെ ഉറപ്പ് കിട്ടിയോ? എനിക്ക് നോട്ടീസ് ഇതുവരെ കിട്ടിയിട്ടില്ല, നിയമപ്രകാരമുള്ള നോട്ടീസ്. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞാൻ ഹൈറേഞ്ച് എസ്റ്റേറ്റ്സ് ലേബർ യൂണിയന്റെ പ്രസിഡന്റാണ്. എനിക്കിങ്ങനെ പറഞ്ഞു കേട്ട അറിവല്ലാതെ എനിക്കൊരു നോട്ടീസ് ഇതുവരെയും കമ്പനി തന്നിട്ടില്ല. തൊഴിലാളികളുണ്ട്, അങ്ങ് ദയവായി തുടരണം. തൊഴിലാളികൾക്കൊപ്പം സന്ദീപ് രാജാക്കാട് തത്സമയമുണ്ട്. ശ്രീ സജീവമായിട്ടുണ്ടാവും. തുടരൂ ശ്രീ വാഴു സോമൻ.